അസ്സലാമു അലൈക്കും. നമ്മൾ വിശദീകരിച്ച കാര്യം നഫ്സിനെ കുറിച്ചിട്ടാണല്ലോ. ഇനി വിശദീകരിക്കാൻ പോകുന്ന കാര്യം നഫ്സിൻ്റെ ഒരു സഹായിയായ ഒരു വസ്തു നമ്മളെ ജിസ്മിലുണ്ട്. അതിൻ്റെ പേരാണ് കന്നാസ് എന്ന്. കന്നാസ് എന്ന് പറഞ്ഞ ഒരു ശൈത്താനാണ്. അതിലെയും അല്ലാഹു തആല നമ്മുടെ മേത്ത് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ രൂപം ഒരു ആനക്കുട്ടിയുടെ രൂപം പോലെയാണ്. ബാത്തിനായിട്ടുള്ള രൂപം ഒരു ആനക്കുട്ടിയെ പോലെയാണ്. തുമ്പിക്കൈയുള്ള ആനക്കുട്ടി. ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്, ശൈത്താന് കൽബിലേക്ക് അവന് തുമ്പിക്കൈ കൊണ്ട് നീട്ടിയിട്ട് വസ്വാസ് ഇടും എന്നുള്ളത്. അതേപോലെ കന്നാസ് നമ്മുടെ കൽബിൻ്റെ അടിയിലായിട്ടാണ് ഇരിക്കുന്നത്. കൽബിനും നഫ്സിനും ഇടയിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പുക്കളിനും നെഞ്ചിനിടയിലായിട്ട്. പക്ഷെ ഒരു മനുഷ്യനില് കന്നാസ് ഒരുപക്ഷെ ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ, ഒരുപക്ഷെ 2 ഉണ്ടായിരിക്കാം, ചിലർക്ക് 3 ഉണ്ടായിരിക്കാം, ചിലർക്ക് 10 ഉണ്ടായിരിക്കാം, 30 വരെയൊക്കെ ഉണ്ടാവും. കാരണം ഈ ജിസ്മിന് ഒരു അധികാരമില്ല. മുൻകാലങ്ങളിലൊക്കെ ജിസ്മിന് ഒരു ഷെയ്ഖ് ഉണ്ട്. നമ്മളെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത് ഒരു അധികാരിയാണ്. ജിസ്മിന്റെ അധികാരിയാണ് അവനവന്റെ ഷെയ്ഖ്. നഫ്സിന്റെ അധികാരി ഇബ്ലീസാണ്. അതേപോലെ തന്നെ ഓരോ ലതായിഫുകൾക്കും മുകളിൽ അള്ളാഹുവിന്റെ പരമാധികാരങ്ങളുണ്ട് മുനവറായി കഴിഞ്ഞാൽ. പക്ഷേ ജിസ്മിന്റെ കാവൽക്കാരനായ മുർഷിദ് ഇല്ല എങ്കിൽ അതിലേക്ക് തോന്നിയവർക്കെല്ലാം ഒന്ന് കയറാൻ പറ്റും. പോകാനും കയറാനും പറ്റുന്ന കാലിയായ വീടിനെ പോലാവും. പക്ഷെ മുൻകാലങ്ങളിൽ ഷെയ്ഖുള്ളവർക്ക് അങ്ങനെ സാധിക്കൂല. ഷെയ്ഖുള്ളവരിലേക്ക് ഏതെങ്കിലും ഷെയ്ത്താനെ കയറാൻ സാധിക്കുമായിരുന്നില്ല. കാരണം പ്രൊട്ടക്ഷൻ ഉണ്ട്, കാവൽക്കാരനുണ്ട്. പക്ഷെ ഇന്ന് കാലങ്ങളിൽ ഈ തസൂഫിൽ ആർക്കും വിശ്വാസമില്ല, ഷെയ്ഖിൽ വിശ്വാസമില്ല. അപ്പോൾ ഒരു ബാഹ്യമായ കിതാബിൽ നിന്നുള്ള ഇൽമ് മാത്രം മതിയാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരറിയാതെ തന്നെ അവരെ സെക്യൂരിറ്റി ഗാർഡിനെ ഇല്ലാതാക്കി കളഞ്ഞു ഷെയ്ത്താന്. പല ചിന്താഗതികൾ പിടികൂടപ്പെട്ടുകൊണ്ട്. അപ്പൊ അവന്റെ ഉള്ളിലേക്ക് ഷെയ്ത്താന് തോന്നിയ പോലെ വരാം, പുറത്തും പോവാം. ഏതൊക്കെ തരം ഷെയ്ത്താനാണ് വരുന്നത്, ഏതൊക്കെ തരം പുറത്ത് പോകുന്നത് ഒന്നും അവനറിയുന്നില്ല. കാരണം ഇത് ബാത്തിനായിട്ടുള്ള ഒരു സംഗതിയാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സംഗതിയല്ല. അപ്പൊ ഈ വരുന്ന ഷെയ്ത്താന്മാര് എന്താണ് അവന്റെ ജിസ്മിൽ ചെയ്യുന്നത്? പലതരം അസുഖങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്. ആത്മീയമായ അസുഖങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശാരീരികമായ അസുഖങ്ങളുമുണ്ട്. ശാരീരികമായ അസുഖങ്ങൾ തന്നെ ഒരുപാട് എണ്ണം, ഏകദേശം 100-80% അസുഖങ്ങളും വരുന്നത് ജിന്ന് ശൈത്താൻ വഴിയാണ്. പക്ഷേ കാരണം അറിയാത്തതിന്റെ പേരിൽ നമ്മൾ ചികിത്സിക്കുന്നതും ചെയ്യുന്നതൊക്കെ ഭൗതികമായ ചികിത്സകളാണ്. അതേപോലെ തന്നെ റുഹാനിയായ പല വിഷയങ്ങളും നമുക്ക് ഉണ്ടാവാൻ കാരണം ഈ ഷെയ്ത്താന്റെ സാന്നിധ്യം. ഈ വസ്വാസ് ഉണ്ടാക്കുന്ന ഷെയ്ത്താനെ പറയുന്ന പേരാണ് കന്നാസ് എന്നുള്ളത്. ഈ കന്നാസിന്റെ സ്ഥാനം നഫ്സിനും അതേപോലെ തന്നെ നെഞ്ചിനും ഇടയിലാണ്. ഇത് മിക്കവാറും ആളുകളിൽ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഇതിന്റെ എണ്ണം കൂടുന്തോറും മനുഷ്യന്റെ ഭാവനയിൽ വസ്വാസുകൾ വന്നുകൊടുക്കും. ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനൊക്കെ തോന്നലുകൾ വന്നുകൊണ്ടിരിക്കും. നെഗറ്റീവ് തോട്ട്, തെറ്റിദ്ധാരണകൾ. ഒരു മനുഷ്യന് ഒറ്റക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ സാധിക്കൂല. അങ്ങനെ കുടിക്കുന്നത് ഈ വസ്വാസുകാരന്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ ചിന്തിക്കും, എന്തിനാണ് അയാള് ഒറ്റക്ക് പോയിരുന്ന് കുടിക്കുന്നത്? ഇതിലെന്തോ രഹസ്യമുണ്ട്. അയാൾ ലഹരിപാനീയമായി കുടിക്കുന്നത്. അല്ല എങ്കിൽ ഒറ്റക്ക് പോയി കുടിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കും. അങ്ങനെ അവൻ കാണുന്ന കാര്യങ്ങളിലും കേൾക്കുന്ന കാര്യങ്ങളിലും ചിന്തിക്കുന്ന കാര്യങ്ങളും വായിക്കുന്ന കാര്യങ്ങളും എല്ലാം വസ്വാസം എന്ന് പറയും. എല്ലാം നെഗറ്റീവായിരിക്കും, പോസിറ്റീവായ ചിന്ത വരികയില്ല. ഇതാണ് വസ്വാസുള്ളവന്റെ അവസ്ഥ. കന്നാസ് വസ്വാസം ഉണ്ടാക്കുന്നവന്റെ അവസ്ഥ.
എന്നാൽ നേരെ തിരിച്ചാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക്. കാരണം അവര് ആത്മീയ മാർഗത്തിലൂടെ അവരവരെ നഫ്സ് ശുദ്ധീകരിച്ചവരാണ്. അതോടുകൂടി കൽബിൽ വെളിച്ചം വന്ന കാരണം ആ വെളിച്ചത്തിന്റെ സ്ട്രെങ്ത് കൊണ്ട്, പവർ കൊണ്ട് അവരിലെ ഉള്ളിലുള്ള ഈ വസ്വാസം ഉണ്ടാക്കുന്ന കന്നാസ് കരിഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ അവരെ വിട്ടുപോയതാണ്. അതുകൊണ്ട് അവരവന്റെ വസ്വാസം ഉണ്ടാക്കാൻ അവൻ സാധിക്കൂല. അത്തരക്കാർക്ക് തിന്മയും നന്മയായി തോന്നുള്ളൂ. ഒരാള് ഹക്കീക്കത്തായിട്ട് തിന്മ ചെയ്യുന്നുണ്ടെങ്കിലും അവരെ മനസ്സിലെ തിന്മയായി തോന്നില്ല. ഒരാൾ കള്ള് കുടിക്കുകയാണെങ്കിൽ ഇവർ ചിന്തിക്കും കള്ളല്ല, അവർ കുടിക്കുന്നത് വല്ല ജ്യൂസോ വെള്ളമോ ആയിരിക്കും എന്നുള്ളത്. എന്നാൽ കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ടാൽ പോലും അവർ ചിന്തിക്കുക എന്താണ്, ഇത് കള്ളാണെങ്കിലും ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത് എന്തിനായിരിക്കും, അവൻ കുടിക്കുന്നത് എന്തിനായിരിക്കും? അവര് ദാഹം കൂടുതലായ കാരണം, മറ്റു പാനീയങ്ങൾ കിട്ടാത്ത കാരണമായിരിക്കും. അല്ലാതെ അവൻ കള്ളുടിക്കാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ള അനുമാനത്തിലെത്തും. അള്ളാന്റെ ഔലിയാക്കൾക്ക് ഇങ്ങനെ സദ്ഭാവനകൾ ഉണ്ടാവും. എന്നാൽ ഷെയ്ത്താനിരിക്കുന്ന ആളുകൾക്കൊക്കെ ദുർഭാവനകൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ കേന്ദ്രം ഈ കന്നാസിൽ നിന്നാണ്. ഇത്തരം കന്നാസുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അല്ലാഹു തആല ഖുർആനിലെ ഒരു സൂറത്ത് ഇറക്കിയത്, സൂറത്തുൻ നാസ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറയുന്നിടത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ഇത്തരം വസ്വാസം ഉണ്ടാക്കുന്ന കന്നാസുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കണ്ടത്. കാരണം ഇത് വലിയൊരു സംഭവമാണ്, വലിയ ഒരു വിഷയമാണ്. അതിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട്. ഷുവർ നാവ് കൊണ്ടുള്ള പ്രാർത്ഥന ഇവിടെയും പ്രയോജനം ചെയ്യൂല. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ എല്ലാ ഹക്കീക്കത്ത് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രായോഗികമായ രീതിയാണ്. വെറും നാവ് കൊണ്ടുള്ള അധരവ്യായാമം അല്ല. നാവിന് പ്രസക്തി ഇല്ല. മൂല്യാക്കന്മാര് പറയുന്ന പോലെ നാവില് ഒരുപാട് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നാവ് കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് ഒരുപാട് നല്ല കാര്യം പറയുന്നവര്, നാവിന്റെ സാഹിത്യ സമ്പുഷ്ടമായ നാവുള്ളവര്, അവരൊന്നും ആലിമ്യങ്ങളല്ല, നേരെ മറിച്ച് മുനാഫിക്കങ്ങളാവാൻ സാധ്യതയുണ്ട്. കാരണം അത്തരം ഒരുപാട് ഹദീസുകൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ കാണിച്ചു തരാൻ പറ്റും, ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ നാവ് കൊണ്ടുള്ള വിഷയം അല്ല അള്ളാഹു നോക്കുന്നത്, അവനവന്റെ നെയ്യത്ത്, കൽബ്. നമ്മൾ നിരന്തരം ഹിദായത്ത് ചോദിക്കുന്നുണ്ട്. 17 വട്ടം ഹിദായത്ത് ചോദിച്ചിട്ട് ഹിദായത്ത് എങ്ങനെ കിട്ടാതിരിക്കുന്നത്? ഒരു വട്ടം ചോദിച്ചാൽ മതി ഹിദായത്ത് അള്ളാഹുവിനോട്. നമ്മളെ നെഞ്ചുരുകി നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തൊരു വിഷയം അല്ല ഹിദായത്ത്. പക്ഷെ കിട്ടുന്നില്ല, കാരണം ഷർത്ത് വെക്കുന്നില്ല. കൽബും നാവും ഒരുമിച്ച് ചേരുന്നില്ല. നാവ് കൊണ്ട് പറയുന്ന വിഷയത്തിൽ കൽബിനെന്തില്ല, വിശ്വാസമില്ല. കാരണം അവരുടെ വിശ്വാസം എന്താണ്? ഞാൻ ഹിദായത്തിലാണ്, ഞാൻ പോകുന്ന മാർഗം ഹക്കാണ്, ഞാൻ തേടി പുറപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ തേടി എനിക്ക് കിട്ടിയ ആള് ഏറ്റവും പെർഫെക്റ്റ് ആണ്, എനിക്കൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. ദുആയിലേക്ക് തന്നെ അവന്റെ മനസ്സ് പോകുന്നില്ല. ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യം? കാരണം കൽബും നാവും ഒന്നിക്കുന്നില്ല. ഇവിടെ വിശ്വാസം വേണം. നമുക്കറിയില്ല എങ്കിൽ, നമ്മൾ പിടിച്ച ഷെയ്ഖ് അല്ലെങ്കിൽ ഉസ്താദ്, മൊയ്ലിയര് ഹക്കാണോ അല്ലേ എന്ന് നമുക്കറിയില്ല എങ്കിൽ ആ ഒരു കൺസെപ്റ്റിലെങ്കിലും ചോദിക്കണം. അള്ളാഹു എനിക്ക് അറിയില്ല ഈ വിഷയം, എനിക്ക് നീ അറിയിക്കുന്ന കാര്യങ്ങളല്ലാതെ അറിയില്ല. എന്റെ കണ്ണില്, എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങില് ഇദ്ദേഹം നല്ലതാണെന്ന് തോന്നുന്നുണ്ട്, അതെനിക്ക് നീ ബോധ്യപ്പെടുത്തി തരണം എന്നുള്ള പ്രാർത്ഥനയെങ്കിലും വേണം. അതല്ലാതെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഈ വിഷയം പിടിക്കുക, വിശ്വസിക്കുക, എന്നിട്ട് ഹക്കിനെ തേടുമ്പോൾ നമുക്ക് ഹക്ക് കിട്ടൂല. കാരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഹക്കിനെ തേടേണ്ടത് ഹക്ക് അറിഞ്ഞ ശേഷമാണ്. ഹക്ക് അറിഞ്ഞ ശേഷം പിന്നെ ആ ഹക്ക് പ്രവർത്തിക്കുന്ന ആലിമ്യങ്ങളെ കണ്ടെത്തുക, അവരെ നിങ്ങൾ പിന്തുടരാം. അല്ലാതെ ആലിമ്യങ്ങളെ കണ്ടെത്തിയ ശേഷം അവരെ ഹക്ക്, അവർ പറയുന്ന ഹക്കിനെ പിന്തുടരലല്ല അതിന്റെ വഴി. ഇതേ ആശയം ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആദ്യം ഹക്ക് അറിയണം. ഹക്ക് അറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹക്കിന്റെ അഹ്ലുകാരെ തേടേണ്ടത്. ഇത് ഹക്കെ അറിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഈ മൗലിയാക്കന്മാരെ അടുത്തുനിന്നുള്ള ഹക്ക് പഠിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹക്ക് അറിയാനുള്ള വിദ്യ ദിക്ര കൽബാണ്. ദാക്ര കൽബി ആയിത്തീരാനുള്ള വിദ്യയാണ്. അതാണ് ഏറ്റവും വലിയ അടയാളം ഭൂമിയിലുള്ള. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അവിടെ ഖുർആനും ആയത്തൊക്കെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്.